എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ദൈവവചനത്തിന്റെ പവറും വചനത്തിന് മുൻപിൽ സാത്താൻ വിറയ്ക്കുന്നതും ദൈവവചനത്തിന്റെ ശക്തിയും അതിനെക്കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഇന്ന് പലർക്കും ദൈവവചനത്തെക്കുറിച്ചൊരു ഡൗട്ടുകളുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ഇന്ന് അവിടെയും ഇവിടെയൊക്കെ പലരും പല പ്രസംഗങ്ങളിലും പലരും പറയുന്നുണ്ട്. ഇന്നല്ല പണ്ട് തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ്. ഞാനും ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഒത്തിരി അച്ഛന്മാരും ഒത്തിരി പാസ്റ്റർമാരും ഒക്കെ പറഞ്ഞേക്കുന്ന കാര്യമാണ്. എന്താണെന്ന് അറിയാവോ? ദൈവത്തിന്റെ വചനം മുഴുവൻ ഈ സാത്താൻ അങ്ങ് കാണാപ്പാടാണ്. ദൈവത്തിന്റെ വചനം മുഴുവൻ സാത്താൻ അറിയാം. അതുകൊണ്ട് സാത്താന് ദൈവത്തിന്റെ വചനത്തിൽ പേടിയില്ലെന്നുള്ള ഒരു പഠിപ്പീരുകളും പണ്ട് തൊട്ടേ ഉണ്ട്. ഇനി ഇത് കേട്ടിട്ട് കുറച്ചു പേരെ ഇത് പഠിപ്പിക്കുന്നത്. ഇത് കേട്ടിട്ട് ബാക്കിയുള്ള കുഞ്ഞാടുകൾ മുഴുവൻ ഇത് പാടിക്കൊണ്ട് നടക്കുന്നുണ്ട്. അതൊരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനെ നമ്മൾ ഇന്ന് മുറിക്കണം. ആ ഒരു 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 അത് വലിയൊരു സാത്താന്റെ കപടതയാണത്. സാത്താന് വചനം അറിയാവുന്ന ദൈവത്തിന്റെ വചനത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പകരം അവൻ അവിടെ ഇവിടെയൊക്കെ വചനം ഒന്ന് എടുത്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം അവന് ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ വചനം അറിയാമെന്നാണോ? അല്ലേ അല്ല. ഇനി വചനത്തിന് മുൻപിൽ ഇവൻ വിറയ്ക്കുക തന്നെ ചെയ്യും. അതിൻ്റെതായുള്ള തെളിവുകളും ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളുടെ മുൻപിലോട്ട് വെക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, കാരണം നമ്മൾക്ക് വിടുതൽ എവിടുന്ന? ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾക്കൊരു വിടുതൽ നമ്മൾക്ക് ദൈവം തരാൻ പോകുക. ഈ 2026 മുഴുവൻ വചനത്തിൽ ഓരോരുത്തരും ഉറയ്ക്കണം. അതാ ഞാൻ ഡിസംബർ 31 എൻ്റെ വീഡിയോയിലാണെന്ന് തോന്നുന്നു അല്ലെ, 31 വീഡിയോയിൽ ഞാൻ പറഞ്ഞു നമ്മളുടെ 2026 നമ്മൾക്ക് വലിയ വിടുതലുകളും അനുഗ്രഹങ്ങളും എല്ലാം ആത്മാവിന്റെ വലിയ പകർച്ചയൊക്കെ ഓരോരുത്തരുടെ മേലും ദൈവം പകരാൻ പോകുക. അതിന്റെ അടിസ്ഥാനം എവിടുന്നാ തുടങ്ങുന്നത്? ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതല്ലേ നമ്മൾ വചനം വായിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ അല്ലെ 1-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഓരോ അധ്യായങ്ങൾ വെച്ച് ഒരു ദിവസം മിനിമം ഒരു 2 അധ്യായമെങ്കിലും വായിച്ചു തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഞാൻ ഇന്ന് വരെ മുടങ്ങാതെ അത് ചെയ്യുന്നുണ്ട്. നിങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഓരോ അധ്യായങ്ങളും എവരിഡേ നമ്മൾ വായിക്കണം. ഓക്കെ, ഇതെന്തിനായി വചനം വായിക്കണം, വചനം പറയണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാവോ? ഈ സാത്താൻ വിറയ്ക്കുന്ന ഒരു സംഭവമാണ് വചനം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ വചനത്തെ ഇവന് ഭയങ്കര ഭയമാണ്. ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ ഇവൻ വിറയ്ക്കുക തന്നെ ചെയ്യും. അതിന്റെ ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കാരണം എന്താണെന്ന് അറിയാവോ? എന്താണെന്നറിയാവോ ഒരു വചനത്തിന് മുൻപിൽ വിറയ്ക്കുന്നതിന്റെ കാരണം എവിടെയാണെന്നറിയാവോ? നമ്മുടെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് അപ്പസ്തോലനായ പൗലോസ് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആറാം അധ്യായത്തിനകത്ത് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സർവായുധവർഗം എടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഒരു വേർഡാണ്. എന്താണ്? നമ്മൾ വചനമാകുന്ന ആത്മാവിന്റെ വാള് എടുക്കാനാ പറഞ്ഞിരിക്കുന്നത്. വചനമാകുന്ന ആത്മാവിന്റെ വാള് എന്ന് വെച്ചാൽ ആത്മാവിന്റെ വാൾ എന്ന് പറയുന്നത് എന്താണ്? ദൈവവചനമാണ്. ഈ വാള് വെച്ചിട്ട് ആരെ വെട്ടുന്നത്? പിശാചിനെ വെട്ടുന്നത്. അവനെ വെട്ടാൻ വരുന്ന ആയുധത്തിന് അവന് പേടിയുണ്ടോ? പേടിയുണ്ട്. അവൻ വിറയ്ക്കും. അത് തന്നെ പറഞ്ഞു, വചനത്തിന് ഇവന് പേടിയുണ്ട്, അവൻ വിറയ്ക്കുമെന്ന് പറഞ്ഞത്. ഇവന് പേടിയില്ല, ഇവൻ വിറയ്ക്കത്തില്ലായിരുന്നെങ്കിൽ ഇത് നമ്മളോട് പറയൂ ഇങ്ങനെ? എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പൗലോസ് ലീഗ ഇങ്ങനെ എഴുതി വെപ്പിക്കുവോ? പൗലോസ് ലീഗാനെയും കൊണ്ട് ദൈവം എഴുതി വെപ്പിക്കുവോ? എഴുതി വെപ്പിച്ചത് എന്തുകൊണ്ടാണ്? വചനത്തിന് മുമ്പിൽ അവൻ വിറയ്ക്കും. പിശാചിന് ഭയമുള്ള ആയുധമാണ് എന്ത്? ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് പിശാചിന് വചനത്തെ പേടിയില്ല എന്നുള്ള പഠിപ്പീരുകളിലേക്ക് ദൈവമക്കൾ ഒരു കാരണവശാലും നിങ്ങളത് എത്ര വലിയ ആള് പറഞ്ഞാലും നിങ്ങളത് വിശ്വസിക്കരുത്. ദൈവ വചനത്തിന് മുൻപിൽ പിശാച് വിറയ്ക്കും, അവന് പേടിയുണ്ട്. ഓക്കെ, ഇനി അടുത്തത് പിശാചിന് ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ അങ്ങ് ഇവൻ ഏതാണ്ട് ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങി അല്ലെങ്കിൽ PhD എടുത്തിരിക്കുവാന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. എന്ന് വെച്ചാൽ പിശാചിന് വചനം നന്നായിട്ട് അറിയാമെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ബാക്കി ഞാനൊരു അലങ്കാരികമായിട്ട് പറഞ്ഞത്. ഏത് PhD എടുത്തു എന്നൊക്കെ പറയുന്നത് ഞാനൊരു അലങ്കാരികമായിട്ട് പറഞ്ഞതാ. പക്ഷെ പഠിപ്പിക്കുന്നത് എന്താണ്? പിശാചിന് വചനം നന്നായിട്ട് അറിയാമെന്ന് പലരും പഠിപ്പിക്കുന്നുണ്ട്. ഇല്ലേ ഇല്ല ഇല്ല. ഇവൻ എങ്ങനെ അറിയാനാ? ഇവൻ എന്താ ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ ഇരുന്ന് വായിച്ചോ? ഒന്നുമല്ല. ഇവൻ എവിടുന്ന ഈ വചനം കിട്ടിയതിനുള്ള തെളിവ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾക്കറിയാം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. എന്തിനാ? സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് നയിച്ചു. നയിച്ചത് എന്തിനായിരുന്നു? അവിടെ പോയിരുന്ന് 40 ദിവസം ഉപവസിച്ചു. ഉപവാസം കഴിഞ്ഞപ്പോൾ ഈ പരീക്ഷകനായ പിശാച് അടുത്തു വന്നു അല്ലെ. അടുത്തു വന്നപ്പോൾ ദൈവത്തോട് പറഞ്ഞത് എന്താണ്? ദൈവത്തിന് വിഷം അല്ലെ, 40 ദിവസത്തെ ഉപവാസം കഴിയുമ്പോൾ വിഷം ഇരിക്കുന്ന ആർക്കറിയാം? പിശാചിനറിയാം. അതുകൊണ്ട് പിശാച് പറഞ്ഞു,
യേശുക്രിസ്തുവിനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ഈ കല്ലിനോട് അപ്പമാകാൻ അങ്ങ് കൽപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന വചനം കൊണ്ടും ജീവിക്കുമെന്ന് തിരുവചനം അങ്ങോട്ട് പറഞ്ഞപ്പോൾ പിശാച് അവിടെ നിർത്തി, അവന്റെ വാഗ്വാദം അവിടെ നിർത്തി. അടുത്തത് എടുത്തിട്ടു. അടുത്തത് എങ്ങോട്ട് കൊണ്ടുവന്നു? അടുത്തത് ഗോപുരത്തിന്റെ മുകളിൽ കയറ്റി നിർത്തി. എന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങോട്ട് ചാട്, ഇതെല്ലാം ലോകത്തിന്റെ എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ മതി. ഇവൻ എന്ത് വേണം? ആരാധന വേണം. ആരാധന മോഹിച്ചപ്പോഴും ഇവനെ പൊക്കത്തിന് താഴോട്ടിട്ടത്. യേശുക്രിസ്തു ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുകളിൽ, അതായത് ഇവനെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുകളിൽ ഇവന് സിംഹാസനത്തിനായിട്ടിരിക്കണം. എന്നിട്ട് ദൈവത്തിന് കിട്ടുന്ന ആരാധന ഇവന് കിട്ടണം, ഇവന് ദൈവമാകണം. ഇങ്ങനെയുള്ള ചിന്ത ഇവന്റെ മനസ്സിൽ വന്നപ്പോൾ ഇവനെ താഴോട്ടിട്ടെ. അപ്പോൾ ആ ഒരു ആഗ്രഹം അവിടെ പൂർത്തീകരിച്ചില്ല. അതുകൊണ്ട് ഇവൻ ഇവിടെ വന്നപ്പോൾ ദൈവപുത്രനായ യേശുക്രിസ്തുവിനോട് പറയാം, നീ എന്നെ കുമ്പിട്ട് ആരാധിക്കാൻ. ഇന്നവന് ഈ ലോകത്തിൽ പല ആരാധനകളും ഇന്നവനെ ആരാധിക്കുന്നവരുണ്ടല്ലേ, അവൻ ആരാധന ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇതെവിടുന്ന്? അവിടുന്ന് കൊതിക്കറവ് മൊത്തട്ട് ഇങ്ങോട്ട് വന്നതാ. സ്വർഗത്തിൽ നിന്ന് ഇവന് ആരാധന കിട്ടണമായിരുന്നു, അത് കിട്ടാതെ വന്നപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് വ്യാജ രൂപത്തിൽ ഇവർ ഇരുന്നിവൻ കുറെ ആരാധന മേടിച്ചു കൂട്ടുന്നുണ്ട്. എന്നിട്ട് ഇവൻ ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്നിട്ട് പറയുക, എന്നെ ആരാധിക്കാൻ. ദൈവം പറഞ്ഞു, ദൈവം എന്താ പറഞ്ഞ? അന്നേരം ഇവൻ ദൈവത്തിനോട് ഒരു വചനം പറഞ്ഞു. എന്താ പറഞ്ഞ? നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ അവിടുന്ന് ദൂതന്മാരോട് കൽപ്പിക്കുമല്ലോ, അപ്പൊ പിന്നെ നിനക്ക് ചാടിയാൽ എന്താന്ന് പുള്ളി ചോദിക്കുക. ഇവൻ ഈ വചനം പറഞ്ഞിട്ട്, ഈ വചനം ഇവൻ പറഞ്ഞത് കൊണ്ടാണ് എല്ലാവരും പറയുന്നത് പിശാചിന് വചനം അറിയാന്ന്. പിശാച് വചനം പറഞ്ഞെന്ന് പറയുന്നത് ഒറ്റ എക്സാമ്പിളേ ഉള്ളൂ വചനത്തിനകത്ത്. ഇതാണ്. ഇത് ഇവൻ എവിടുന്നാ കിട്ടിയത്? ഇവന് വായിച്ചിട്ട് കിട്ടിയതാണോ? അല്ല. ഇത് എതിനകത്തോ ഉള്ളത്? 91 സങ്കീർത്തനത്തിനകത്തുണ്ടല്ലേ, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും ദാവീദ്, അല്ലെ, ദൈവത്തിന്റെ ദാസനായ അഭിഷിക്തനായ ദാവീദ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദാവീദ് അത് എന്തിനാ എഴുതിയത്? ദാവീദ് പാടി ദൈവത്തെ സ്തുതിച്ചതാ, അതാ എഴുതി വെച്ചത്. അപ്പോൾ ദാവീദ് പാടി ദൈവത്തെ ആരാധിച്ചത് ആര് കേട്ടു? ഈ ആരാധനാ കൊതിയനായ പിശാച് കേട്ടു. അവൻ കേട്ടിട്ട് ആ വചനം കോട്ട് ചെയ്ത് യേശുക്രിസ്തുവിന്റെ അടുത്തോട്ട് വന്നതാ, അല്ലാതെ ഇവന് വചനം അറിയാവായിട്ട് വന്നതല്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ റോങ് പഠിപ്പീരുകളിലേക്ക്, അത് എത്ര വലിയ പുള്ളികൾ പഠിപ്പിച്ചാലും നമ്മൾ പോയിട്ട് ആമേൻ പറയരുത്. ആമേൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് അങ്ങനെ തന്നെ എന്ന് വെച്ചാൽ ആ പുള്ളി പറയുന്നത് നമ്മൾ അങ്ങ് വിശ്വസിച്ചു എന്ന അതിന്റെ അർത്ഥം അല്ലേ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ വചനം വായിക്കണം, വചനം വായിക്കണം, വചനം പഠിക്കണമെന്ന്. ചുമ്മാ കാണുന്നതിനും പോകുന്നതിനും വരുന്നതിനും എല്ലാം പോയിട്ട് ആമേൻ പറയരുത്. ആമേൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം, ആമേന് ശക്തിയുണ്ട്. അത് നീ പറയുന്നത് അങ്ങനെ തന്നെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് നീ പിശാചിന് വചനം അറിയാമെന്നും പിശാചിന് വചനത്തെ പേടിയില്ല എന്നും ഒക്കെ പഠിപ്പിക്കുന്നവർ പറയുന്നതിന്റെ അവിടെ പോയിട്ട് അവിടെ ഇരുന്നിട്ട് ആമേൻ ഹല്ലേലൂയ പറഞ്ഞ കൈ പൊക്കരുത് കേട്ടോ. അതിനാ ഞാൻ പറയുന്നത് വചനം പഠിക്കണം, വചനം പഠിക്കണമെന്ന്. ഓക്കെ, ഇനി അവിടെ കൊണ്ട് അത് തീർന്നു അല്ലെ. എന്നിട്ട് പിശാച് വേറെ വചനം അവൻ പറയുന്നതായിട്ടില്ല. ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നും അവൻ മറ്റുള്ളവർ പറയുന്നത് ഇവൻ കേൾക്കുന്നത്. ഇനി നമ്മൾ പറയുന്നതും ഇവൻ കേൾക്കും, വചനം കേൾക്കും. ആ വചനമൊക്കെ ഇവൻ അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കുമായിരിക്കും, അങ്ങ് വെക്കും. എന്നിട്ട് ഇവന്റെ പരിപാടി എന്താണെന്ന് അറിയാവോ? ഈ വചനത്തെ കോട്ട് ചെയ്ത് കളി. എന്ന് വെച്ചാൽ എഴുതിയിരിക്കുന്ന വചനം വേറെ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യിപ്പിക്കും. ഇന്ന് പല ശുശ്രൂഷകന്മാരെയും കയ്യിലെടുത്ത് അവരെ നശിപ്പിച്ചു കളഞ്ഞത് ആ വിധത്തിലാ അല്ലെ. വചനം ദുർവ്യാഖ്യാനം ചെയ്ത് പലരെയും വീഴിച്ചു കളഞ്ഞിരിക്കും. ഇത് ആരുടെ പരിപാടിയാ? പിശാചിന്റെ പരിപാടിയാ. ഓക്കെ, എന്നുവെച്ചാൽ അവരെയും കൊണ്ട് പറയിപ്പിക്കുക. ഇവൻ പറയുവാണോ? അല്ല, അവരെയും കൊണ്ട് അത് റോങ് ആയിട്ട് അവരെയും കൊണ്ട് പറയിപ്പിക്കും. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ ഇവന്റെ പരിപാടികൾ. അതുകൊണ്ട് പിശാചിന് വചനം അറിയാമെന്നും അവന് വചനത്തെ പേടിയില്ല എന്ന് പറയരുത്. ഇനി ഞാൻ ഒരൊറ്റ എക്സാമ്പിളും കൂടി പറഞ്ഞു തരാം. ഇതൊരു സംഭവ കഥയാണ്. നമ്മുടെ സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു ട്രെയിൻ യാത്ര ചെയ്യുകയായിരുന്നു. ഇത് വേറൊരു ദൈവദാസൻ പറയുന്നത് ഞാൻ കേട്ടതാണ് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്താ പറയുക, യാത്ര ചെയ്യുകയായിരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മന്ത്രവാദി എന്ത് ചെയ്തു? മന്ത്രവാദിയുടെ ആ സീറ്റിനകത്ത് തന്റെ പാണ്ടക്കെട്ടുകൾ വെച്ചിട്ട് പുള്ളി ഒന്ന് പുറത്തോട്ട് പോയ സമയത്ത് ആ പാണ്ടക്കെട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ വേറൊരു വ്യക്തി വന്നിരുന്നു. അപ്പോൾ വ്യക്തി വന്നിരുന്നപ്പോൾ ഈ മന്ത്രവാദി എന്ത് ചെയ്തു? തനിക്കറിയാവുന്ന മന്ത്രങ്ങൾ ചൊല്ലി ആ മനുഷ്യനെ അവിടെ വീഴിച്ച് അയാളുടെ മൂക്കിൽ കൂടെ രക്തമൊക്കെ വരുത്തിപ്പിച്ചു. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഈ സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഈ സന്യാസിയല്ല സോറി ഈ മന്ത്രവാദിയോട് ചോദിച്ചു, നിനക്ക് എന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഈ പുള്ളി എന്നിട്ട് മന്ത്രമോ എന്താ ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞത് മന്ത്രം ചൊല്ലാൻ തുടങ്ങി. ചൊല്ലിപ്പോ ഏക്കുന്നില്ല. എന്നിട്ട് പറയുക, നിന്റെ കയ്യിൽ നിന്റെ പോക്കറ്റിനകത്ത് ഒരു സംഭവം കിടക്കുന്നുണ്ട്, അതുള്ളത് കൊണ്ട് എനിക്ക് എന്റെ മന്ത്രം അങ്ങോട്ട് ഏക്കുന്നില്ലെന്ന്.
അപ്പൊ ഈ പുള്ളിയുടെ പോക്കറ്റിൽ എന്താ കിടക്കുന്നതെന്നറിയാവോ? ഇദ്ദേഹം രാവിലെ ബൈബിൾ വായിച്ചപ്പോൾ, നമ്മൾക്കറിയാമല്ലേ, നമ്മൾ എപ്പോഴും വായിക്കുന്ന ബൈബിളിന്റെ ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ കീറി പറഞ്ഞിട്ടൊക്കെ ഉണ്ടാകും. അപ്പൊ അതിന്റെ അടിയിൽ നിന്നാണ്ട് ഒരു കീറി ഒരു ബൈബിളിന്റെ ഒരു കഷ്ണം കീറിപ്പോയി. ഇദ്ദേഹം എന്ത് ചെയ്തു? അത് കളയാതെ എടുത്ത് പോക്കറ്റിനകത്തോട്ട് ഇട്ടു. അപ്പോൾ അത് കിടപ്പുണ്ടായിരുന്നു, ഈ വചനം കിടപ്പുണ്ടായിരുന്നു പോക്കറ്റിനകത്ത്. അന്നേരം ഈ മന്ത്രവാദി പറയുവാ, ഇത് ഏക്കുന്നില്ലെന്ന്, നിന്റെ ആ വചനം നിന്റെ പോക്കറ്റിൽ കിടക്കുന്നതുകൊണ്ട് ഏക്കുന്നില്ല എന്ന് പറയാം. നിങ്ങൾ പറഞ്ഞേ, വചനത്തിന് ശക്തിയുണ്ടോ? വചനത്തിന് ശക്തിയുണ്ട്. നിങ്ങൾ ഇന്നൊന്ന് വിചാരിച്ചു നോക്ക്, നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ പോരാട്ടം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ദൈവത്തിന്റെ വചനങ്ങൾ നിങ്ങൾ എഴുതി വെക്കും. നിങ്ങളുടെ വീടിന്റെ കഥകയിലും അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ എഴുതി വെക്കും. നിങ്ങൾ നോക്കിക്കുക, ആ വചനം നിങ്ങളുടെ വീട്ടിൽ ക്രിയ ചെയ്യും, നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യും. വിശ്വാസത്തോടെ എഴുതണം കേട്ടോ, എഴുതണം. കാരണം വചനം ആരാ? വചനം ദൈവമാണ്, അല്ലെ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ഈ വചനം എന്താ? അത് ദൈവമായി. ദൈവത്തെ പിശാചിന് പേടിയില്ലേ? പേടിയുണ്ട്. പിശാചിന് ദൈവത്തെ അല്ലാതെ പിന്നെ ആരെയാ പേടി? ദൈവത്തെ പേടിയുണ്ടെന്നേ. അപ്പോൾ അതുകൊണ്ട് വചനത്തിന് ശക്തിയില്ലെന്നോ അല്ലെങ്കിൽ പിശാചിന് വചനത്തെ പേടിയില്ല എന്നുള്ള പഠിപ്പീരുകളൊന്നും നിങ്ങൾ അത് കേട്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, നിരാശപ്പെട്ടു പോകരുത്. വചനത്തെ മുറുക്കെ പിടിച്ചു. ഇനി അടുത്തത് ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഈ പിശാച് എന്താണെന്നറിയാവോ? പിശാച് സ്വർഗത്തിൽ കയറുമായിരുന്നു. സ്വർഗത്തിലല്ല, സ്വർഗത്തിൽ ദൈവത്തിന്റെ സിംഹാസനം ഇരിക്കുന്ന സ്വർഗത്തിലാണ് ഇവൻ കയറിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് സക്രിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ ഈ പിശാച് എന്താ ചെയ്തതെന്നറിയാവോ? പിശാജ് അവിടെ ചെന്നു, അല്ലെ? അവിടെ ദൈവത്തിന്റെ മുൻപിൽ ചെന്നു. അവിടെ ജോഷുവ എവിടെ നിൽക്കുമായിരുന്നു? ജോഷുവ എന്ന മഹാപുരോഹിതൻ ദൈവത്തിന്റെ മുൻപിൽ നിൽക്കുമായിരുന്നു. അന്നേരം ഇവൻ പറഞ്ഞു, ആണ്ടെ ജോഷുവയുടെ ഇതിനകത്ത് എന്തുണ്ട്? അവന്റെ ഇതിനകത്ത് ചെളിയുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ദൈവം സാത്താനെ ശാസിച്ചതും ജോഷുവയ്ക്ക് നല്ല വെണ്മയുള്ള വസ്ത്രം ധരിപ്പിച്ചതൊക്കെ നമ്മൾ കണ്ടു, അല്ലെ? മഹാപുരോഹിതനായ ജോഷുവെ അങ്ങനെ ചെയ്തതും നമ്മൾ കണ്ടു. ഇനി അതുകൂടാതെ ഇയ്യോബിന്റെ പുസ്തകത്തിനകത്തും ഇവൻ അങ്ങോട്ട് ദൈവത്തിന്റെ അടുത്തോട്ട് കയറി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ നിന്റെ ഭക്തനെ ചുറ്റും വേലി കെട്ടിയിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേലി അഴിക്കുന്ന കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾക്ക് ഇവൻ അങ്ങോട്ട് കയറിയതും ഇറങ്ങിയതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വർഗത്തില് ദൈവത്തിന്റെ സിംഹാസനം ഇരിക്കുന്നിടത്തോട്ട് ഇവൻ കയറി ചെന്നത് പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എന്തുകൊണ്ടാ കാണാത്തത് എന്തുകൊണ്ടാണെന്നറിയാവോ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ എന്ത് ചെയ്തു? പിശാചിന്റെ തലയെ അങ്ങ് തകർത്തു. പിശാചിന്റെ തലയെ തകർത്ത് കളഞ്ഞപ്പം ഇവൻ എങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല? ദൈവത്തിന്റെ സിംഹാസനം ഇരിക്കുന്ന സ്വർഗാദി സ്വർഗത്തിലോട്ട് ഇവന് കയറാൻ പറ്റുന്നില്ല. അവിടെ ആര് വന്നു? ലോകത്തെ ജയിച്ചവൻ, പിശാചിനെ ജയിച്ചവൻ, വെണ്മയുള്ളവൻ അങ്ങോട്ട് കയറി. ഇനി അങ്ങോട്ട് ആർക്കേ പ്രവേശനമുള്ളൂ? വെള്ള വസ്ത്രം ധരിക്കുന്നവർക്ക്, എന്ന് വെച്ചാൽ വെണ്മയുള്ളവർക്ക്, ജീവിത വിശുദ്ധി സൂക്ഷിക്കുന്നവർക്കല്ലാതെ ഒറ്റ ഒരെണ്ണത്തിന് ഇനി പൊക്കത്തിലോട്ട് പ്രവേശനമില്ല. അത് പുത്രന്റെ അധികാരത്തിൽ വിട്ടുകൊടുത്തേക്കുക. അപ്പോൾ പുത്രൻ തല തകർത്തവൻ അങ്ങോട്ട് കയറുവോ? കയറത്തില്ല. പുതിയ നിയമത്തിൽ എന്താണ്? അവൻ സ്വർഗത്തിലോട്ട് കയറുന്നില്ല. എന്നാൽ നമ്മൾ എഫ്.എസ്. ലേഖനത്തിനകത്തോട്ട് നമ്മൾ കാണുന്നുണ്ട്, അല്ല എഫ്.എസ്. ലേഖനമാണെന്ന് തോന്നുന്നു, അതിനകത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട് എന്താണ്? സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോട് എന്ന് പറയുന്നത് ലോകങ്ങൾ അല്ലെ, സ്വർലോകങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ സിംഹാസനം ഇരിക്കുന്നിടത്തല്ല ഇവൻ കയറുന്നത്. അതിന്റെ ദൈവത്തിന്റെ അല്ലെ കുറെ പാറ്റേണുകൾ ഉണ്ടാകും. 3-ാം സ്വർഗം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. 1-ാം സ്വർഗം, 2-ാം സ്വർഗം, 3-ാം സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലെ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ 3-ാം സ്വർഗത്തോളം 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെ? കൊരിന്ത്യ ലേഖനത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3-ാം സ്വർഗമുണ്ട്. അപ്പോൾ ഈ ഇതിനകത്താണ് ഇവന്റെ വിളയാട്ടം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങ് പൊക്കം വരെ ഇവൻ എന്തായാലും കയറത്തില്ല. ഓക്കെ, അവിടെ ചെന്നിരുന്നുവെങ്കിൽ പൗലോസ് അത് എഴുതിയനെ, സാത്താനെ ഞാൻ അവിടെ കണ്ടു എന്ന് എഴുതിയനെ. എന്നാൽ പൗലോസ് അത് എഴുതിയിട്ടില്ല. പൗലോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ മുഴുവൻ സ്നേഹം. പിശാചിന് സ്നേഹമുണ്ടോ? ഇല്ല. അവൻ നശിപ്പിക്കാൻ നിൽക്കുന്നവന് സ്നേഹമുണ്ടോ? ഇല്ല. അപ്പോൾ പൗലോസ് കയറിയ 3-ാം സ്വർഗത്തിൽ എന്താ കണ്ടത്? ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ അവിടെ സ്നേഹം. ഇതൊക്കെ വേറൊരു സബ്ജക്റ്റായിട്ട് സംസാരിക്കേണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത്, സാത്താന് നമ്മൾ പറയപ്പെട്ട വിലയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം ഇവന് ഇമ്പോർട്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ പല വിധത്തിൽ ഇവൻ കളിച്ചുകൊണ്ടിരിക്കും. നമ്മളുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന വചനത്തിൽ നമ്മളങ്ങ് ഉറച്ചു വിശ്വസിച്ചോണം. ഇനി അടുത്തത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ നമ്മുടെ മത്തായിയുടെ സുവിശേഷത്തിനകത്തോട്ട് വന്ന്, മത്തായി, മർക്കോസ്, ലൂക്കോസിനകത്തൊക്കെ ഉണ്ട്, ഇതിനകത്തോട്ടൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ യേശുക്രിസ്തുവിനെ ഒറ്റി കൊടുക്കുവാൻ വേണ്ടിയിട്ട് യൂദാസ് പോകുന്നതിന് മുൻപേ ഈ അപ്പക്കഷ്ണത്തിനകത്ത് മുറുക്കി കൊടുത്തു, അല്ലെ? ദൈവം അത്താഴത്തില് ഈ യൂദാസിന് എന്ത് കൊടുത്തു? അപ്പം ചാറിനകത്ത് മുക്കി കൊടുത്തു. അപ്പൊ മുക്കി കൊടുത്തു കഴിഞ്ഞപാട് ഇവനിലോട്ട് എന്ത് കയറി? പിശാച് കയറി. പിശാച് കയറിയിട്ട് എന്ത് ചെയ്തു? ഇവൻ പോയിട്ട് മഹാപുരോഹിതന്മാരുടെ അടുത്ത്
പോയിട്ട് യേശു ക്രിസ്തുവിനെ അങ്ങ് ഒറ്റിക്കൊടുക്കും, അല്ലെ, ഒറ്റിക്കൊടുത്തു. അപ്പോൾ എന്റെ ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഈ ഒരു ക്രൂശീകരണത്തിൽ ഇത്ര വലിയൊരു ജയമുണ്ട് എന്ന് ഈ പിശാച് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇവൻ എന്തൊക്കെയോ കുറച്ചറിയാമെന്നല്ലാതെ ഇവിടെ ഇങ്ങനെ ഒരു ജയം സംഭവിക്കുമെന്ന് ഇവൻ അറിയാമായിരുന്നെങ്കിൽ ഇവൻ ഒരിക്കലും നമ്മുടെ യൂദാസിനെ കൊണ്ട് ഈ പരിപാടി ചെയ്യിപ്പിക്കുമായിരുന്നോ? ചെയ്യിപ്പിക്കത്തില്ല. കാരണം ഇവന്റെ ശവക്കുഴി ഇവൻ തന്നെ തോണ്ടുവോ? ചെയ്യത്തില്ല. കാരണം ഇവൻ വിചാരിച്ചു അവിടം കൊണ്ട് ക്രൂശീകരണം കൊണ്ട് അടച്ച് അവിടെ, അല്ലെ, റോമൻ ഇമ്പീരിയൽ മുദ്രയൊക്കെ പതിപ്പിച്ചിട്ട് അവിടെ വലിയ കല്ലൊക്കെ ഉരുട്ടി വെച്ച മനുഷ്യപുത്രനെ അതിനകത്ത് ഇട്ടങ്ങ് പൂട്ടിക്കഴിഞ്ഞാൽ തീർന്നു എന്നാ പുള്ളി വിചാരിച്ചത്. ഇനി പുറത്തോട്ട് വരത്തില്ലെന്നാ പിശാച് വിചാരിച്ചത്, അല്ലെ. അത്ര അവൻ അറിയത്തുണ്ടായിരുന്നല്ലോ. അതിന്റെ പിന്നിൽ ഇറങ്ങി വരുന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി ആർക്കറിയത്തുണ്ടായിരുന്നില്ല? ഈ പിശാചിന് അറിയത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയണം ദൈവവചനത്തിന്റെ ശക്തി. ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നത് എവിടെയാ? ആത്മാവിന്റെ വാളെന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്യണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്യണമെങ്കിൽ എന്തുണ്ടാകണം? നമ്മളിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം. ഈ വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമ്മൾക്ക് എവിടുന്ന് അറിവ് കിട്ടുന്നത്? വചനത്തിനകത്തുനിന്ന് അറിവ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പിശാചിന് വചനം അറിയാമെന്നും വചനത്തിന് അവന് പേടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നടന്നാൽ ഈ വചനത്തിനോട് നമ്മൾക്ക് റെസ്പെക്ട് വരുമോ? വരത്തില്ല. കാരണം അതാണ് പിശാചും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വചനം വായിക്കണം. ഈ വചനമാണ് സത്യം. അതാണ് നമ്മളെ വിടുവിക്കുന്നത്, അതാണ് നമ്മളെ വഴി നടത്തുന്നത്, അതാണ് നമ്മളെ കറക്റ്റ് ചെയ്യുന്നത്. ജീവിതത്തിന്റെ നന്മ തിന്മകളെ തിരിച്ചറിയാൻ നമ്മളെ പഠിപ്പിക്കുന്ന ജീവന്റെ വചനമാണ് നമ്മളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിളും. അതുകൊണ്ട് ആ ബൈബിളും നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. അതുകൊണ്ടാണ് ഇന്ന് പലരും അവിടുന്ന് ഇവിടുന്ന് അറ്റവും മുറിയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും. അറ്റവും മുറിയൊക്കെ അവിടുന്ന് എന്താണ്, അവിടുന്ന് കോട്ട് ചെയ്തിട്ട് എല്ലാവരും ഇന്ന് ഇത് വായിക്കുക, അത് വായിക്കുക, അവിടുന്ന് വായിക്കും, ഇവിടുന്ന് വായിക്കും എന്നൊക്കെ പറയും. അതൊക്കെ പറയും, നമ്മളുടെ നയിക്കുന്നവരാ പറയുന്നത്. നമ്മളത് വായിക്കണം, അതിനകത്തൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇത് കൂടാതെ നമ്മൾക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ബൈബിൾ സ്റ്റഡി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതിനാ ഞാൻ പറഞ്ഞത്. ഞാൻ അന്ന് പറഞ്ഞു, അല്ലേ, നിങ്ങളൊരു എന്താ പറയുക, ബൈബിൾ വായിക്കാനിരിക്കുമ്പോൾ ആദ്യം തൊട്ടേ വായിച്ചു തുടങ്ങണം. ഉൽപ്പത്തി 1 തൊട്ട് വായിച്ചു തുടങ്ങണം. പുതിയ നിയമം മത്തായി 1 തൊട്ട് വായിച്ചു തുടങ്ങണം. എന്നിട്ട് ഒരു ഡയറിയോ ഒരു ബുക്കൊക്കെ എഴുതി വെച്ച് അതിനകത്ത് നമ്മൾ വചനങ്ങൾ നമ്മൾ കോട്ട് ചെയ്ത് നമ്മൾക്ക് അതിനകത്തുനിന്ന് ദൈവം തരുന്ന വെളിപ്പാടുകൾ എഴുതി വെക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു, അല്ലേ. ഇതെന്തിനാ പറയുന്നത്? നമ്മളെ വചനം കറക്റ്റ് ചെയ്യും, നമ്മളെ വചനം പഠിപ്പിക്കും. അതിനു വേണ്ടിയിട്ടാ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വചനം നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ച് അത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ എന്ത് സംഭവിക്കും? പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്തു തുടങ്ങും. ഈ ക്രിയ ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ പിശാചിന് അതിന്റെ 7 അയലത്ത് നിൽക്കുവാനായിട്ട് പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ പിശാച് എന്ത് ചെയ്യും? പിശാച് എന്നേക്കുമായിട്ട് ഓടിപ്പോകും. അങ്ങനെയാണ് നമ്മളുടെ വിടുതലുകൾ സംഭവിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിന്റെ വചനത്തിന്റെ വിശുദ്ധ ബൈബിളിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. പിശാച് പേടിക്കുകയും പിശാച് ഒത്തിരി ഭയപ്പെടുകയും ചെയ്യുന്നതാണ് ദൈവത്തിന്റെ വചനം. അത് ആത്മാവിന്റെ വാളാണ്. അത് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ. ഇനി അടുത്തത് എനിക്ക് പറയുവാനുള്ളത്, ഈ വചനം, ഈ വിശുദ്ധ ബൈബിൾ വെച്ചിട്ടേ നമ്മളെ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മളെ അവസാന ന്യായവിധിയിൽ ന്യായം വിധിക്കത്തുള്ളൂ. അല്ലാതെ വേറെ വലിയ ആൾക്കാർ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ എന്താ പറയുക, കോപ്പി അവിടെ ഇട്ടിട്ട് പ്ലേ ചെയ്തിട്ട് നമ്മളെ കാണിച്ചു തരുമല്ല ചെയ്യുന്നത്. നീ ഈ പുള്ളി പറഞ്ഞതുപോലെ ചെയ്തോ, ഈ പുള്ളി പറഞ്ഞതുപോലെ ചെയ്തോ എന്നൊന്നുമല്ല ചോദിക്കുന്നത്. അല്ലെങ്കിൽ കുറെ യൂട്യൂബ് വീഡിയോകൾ ഇട്ടിട്ട് അത് അവിടെ പ്ലേ ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്തോ, ഇവർ പറഞ്ഞതുപോലെ ചെയ്തോ എന്നൊന്നുമല്ല ചോദിക്കുന്നത്. അവിടെ ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ, ദൈവത്തിന്റെ വചനമാകുന്ന വിശുദ്ധ ബൈബിള്. അതെടുത്ത് വെച്ചിട്ട് അതിനകത്തുനിന്നേ നമ്മളെ ന്യായം വിധിക്കത്തുള്ളൂ കേട്ടോ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളത് നോക്കിയാ നമ്മളെ ന്യായം വിധിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കിയാ നമ്മൾക്ക് പ്രതിഫലം തരുന്നത്. അപ്പോൾ നമ്മളുടെ വിധി പുസ്തകവും കൂടിയാണ് എന്ത്? ഈ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മളുടെ ഭൂമിയിലുണ്ട്, ഭൂമിയിൽ എന്താണ്? കോടതികളുണ്ട്. ഈ കോടതികളിൽ അവിടെയും ഇവിടെ പറയുന്നത്, വല്ലവരും പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വെക്കുന്നത് വല്ലതും ആണോ കോടതി എടുക്കുന്നത്? അല്ല. കോടതിക്ക് എന്ത് വേണം? കോടതിക്ക് ഒരു നിയമപുസ്തകമുണ്ട്. ആ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന ലോ അത് വെച്ച് മാത്രമേ കോടതി എന്ത് ചെയ്യത്തുള്ളൂ? നിയമം വിധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പല കുറ്റവാളികളും രക്ഷപ്പെട്ടു പോകുന്നുണ്ട് നമ്മുടെ മുൻപിൽ കൂടെ, അല്ലെ. കാരണം എന്താ? തെളിവുകളില്ല. ലോ പുസ്തകത്തിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. തെളിവുണ്ടോ? ഇല്ല. അങ്ങനെയാണ് പലരും ഇന്ന് രക്ഷപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് അതൊക്കെ ലോകത്തിന്റെ കോടതിയിൽ അതൊക്കെ നടക്കും, അല്ലെ. നീതി കിട്ടാതെ പോകും. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ കോടതിയിൽ അങ്ങനെയല്ല. അവിടെ നീതി ഉണ്ടാകും. കാരണം അവിടെ ആരാ ന്യായം വിധിക്കാൻ നിൽക്കുന്നത്? അവിടെ നമ്മുടെ പിതാവാം ദൈവം യേശു ക്രിസ്തു, അല്ലെ. യേശു ക്രിസ്തു എന്ന നമ്മുടെ എന്താ പറയുക അഡ്വക്കേറ്റ് അവിടെ നിൽക്കുക. അപ്പോൾ സാക്ഷിയായിട്ട് ആരാ നിൽക്കുന്നത്? പരിശുദ്ധാത്മാവാം ദൈവം നിൽക്കുക. അങ്ങോട്ട് പ്ലേ ചെയ്ത് കാണിക്കും.
അവിടെ തെളിവുണ്ട്. ആരുടെ കയ്യിലാ തെളിവ്? പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ തെളിവ്. അതിന്റെ വേറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താണ്? വെള്ളം സാക്ഷി പറയും എന്നൊക്കെ ഉള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. തീ സാക്ഷ്യം പറയും, വെള്ളം സാക്ഷ്യം പറയും, ചുമര് സാക്ഷ്യം പറയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പ്രദർശിപ്പിക്കുന്ന ആളാരാണ്? പരിശുദ്ധാത്മാവ്. കാരണം പരിശുദ്ധാത്മാവ് ഇന്ന് ലോകത്തിൽ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അവിടെ എന്തുണ്ട്? എല്ലാത്തിനും തെളിവുണ്ട്. അതുകൊണ്ട് ആ കോടതിയിൽ എന്താണ്? നീതി ലഭിക്കാതെ പോകത്തില്ല. ഇതിനൊക്കെ നമ്മൾക്ക് ആധാരമായിരിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ദൈവത്തിന്റെ വചനം പഠിക്കുക, അത് വിശ്വസിക്കുക. പിശാച് ഭയപ്പെടുന്നതും പിശാച് പേടിക്കുന്നതും ഈ ദൈവത്തിന്റെ വചനമാണ്. ദൈവമക്കൾ വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ ഇവൻ വിറയ്ക്കാൻ തുടങ്ങും. എന്തുകൊണ്ടാണ്? അവരിതിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് തുടങ്ങുക. ഞാനൊരു പണ്ടൊരു അങ്കിളിന്റെ ഒരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഈ മനുഷ്യൻ പറഞ്ഞു, ഈ മനുഷ്യന് ഭയങ്കര ഭൂതഗ്രസ്തനായിരുന്നു ഈ മനുഷ്യൻ. എന്നിട്ട് ഒത്തിരി ആൾക്കാരുടെ അടുത്ത്, ഒത്തിരി പാസ്റ്റർമാരുടെ അടുത്ത്, ഭൂതം ഇറക്കുന്ന അച്ഛന്മാരുടെ അടുത്ത്, ഒത്തിരി പേരുടെ അടുത്ത് പോയി. എവിടെ പോയിട്ടും ഈ മനുഷ്യന് ഒരു വിടുതലില്ല. അവസാനം ഈ മനുഷ്യൻ വചനം വായിക്കാൻ തുടങ്ങിയെന്ന്, റിപ്പീറ്റഡ് ആയിട്ട് വചനം വായിക്കുന്നത്. എന്നിട്ട് മത്തായി, മർക്കോസ്, ലൂക്കോസിന്റെ ഒക്കെ ഈ പുള്ളിക്ക് കാണാപ്പാടാ. ഈ മനുഷ്യനെ പറയുക. എന്നിട്ട് ഈ മനുഷ്യൻ പറയും, ഈ മനുഷ്യനൊന്ന് വചനം കുത്തിപ്പിടിച്ച് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പുള്ളിക്ക് ഭയങ്കര റിലീഫായി. എന്ന് വെച്ചാൽ എല്ലാ ഭൂതശക്തികൾ ഈ മനുഷ്യനെ വിട്ട് ഓടിപ്പോയെന്ന്. നിങ്ങൾ പറ, വചനത്തിന് ശക്തിയുണ്ടോ? വചനത്തിന് മുൻപിൽ പിശാച് വിറയ്ക്കുവോ? വിറയ്ക്കും. നമ്മൾ വചനം വായിക്കണം, അത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നമ്മൾ ആ വചനം പറയണം, അത് നമ്മളെ ജീവിപ്പിക്കും. എല്ലാ പൈശാചിക ശക്തികളും വിട്ടുമാറും. എല്ലാ വിഷയങ്ങളിൽ നിന്നും നമ്മൾക്ക് വിടുതൽ തരും. അതുകൊണ്ട് വചനത്തിൽ ഉറയ്ക്കുക. വചനം മാത്രമേ നമ്മളെ വിടുവിക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഈ വചനമാണ് നമ്മളെ വഴി നടത്തുന്നത്, നിത്യതയിലേക്ക്, ദൈവത്തിന്റെ നിത്യതയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾക്ക് വിടുതൽ തരുന്നത്, ജയം തരുന്നതെല്ലാം ദൈവത്തിന്റെ വചനമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ഇന്ന് മുതലെങ്കിലും നിങ്ങൾ, അന്ന് തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇന്ന് മുതലെങ്കിലും നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടും എന്ത് ചെയ്യണം? വചനത്തിന് മുമ്പിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ വചനം വായിക്കണം. അതേ നമ്മൾക്ക് ജീവനാണ്, അതേ നമ്മൾക്ക് വിടുതൽ തരത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.